താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും, എന്തിന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ആഗ്രഹവും ആവശ്യവുമാണ് നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തണം. അതെ, നമ്മുടെ പ്രാർത്ഥന സ്വർഗം തുറന്ന് ദൈവത്തിൻ്റെ ചെവിയിലെത്തണം. ദൈവം ആ പ്രാർത്ഥന കേട്ട് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിവർത്തിച്ച് നൽകണം, നമുക്ക് വിടുതൽ നൽകണം. ഇതാണ് ആഗ്രഹവും ആവശ്യവും. എന്നാൽ പലപ്പോഴും ദൗർഭാഗ്യവശാൽ ഇങ്ങനെയാണോ സംഭവിക്കുന്നത്? അല്ല, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയില്ലാതെ പോകുന്നു. അർത്ഥം, ദൈവം ആ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഇതൊരു സാധാരണ സംഭവമാണോ? ഒരിക്കലുമല്ല. കാരണം നമുക്കറിയാം, ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. വിശുദ്ധ വേദപുസ്തകം അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ചുറ്റുമുള്ള ഒത്തിരി പേരുടെ ജീവിതത്തിൽ ദിനം പ്രതി നമ്മളത് കേൾക്കുകയും കാണുകയും അവർ അനുഭവിക്കുന്ന സന്തോഷം നമ്മളുമായി പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും ദൈവം കേൾക്കുന്നില്ല. എന്നാൽ മറ്റു പലരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ സാക്ഷ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന അനേക പ്രാർത്ഥനകളും അത് പ്രാർത്ഥിച്ചവരെയും നമുക്ക് അവിധത്തിൽ കാണുവാനായി കഴിയും. അപ്പോൾ എന്തോ കുറവ് നമ്മുടെ പ്രാർത്ഥനയ്ക്കുണ്ട്, അല്ലേ? ആ കുറവ് എന്താണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി, എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല എന്ന് ആവർത്തിച്ചുള്ള നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരത്തിനായി തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ഞാൻ മുട്ടുമടക്കി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരമായി സ്വർഗം തുറപ്പിച്ച ഒരു പ്രാർത്ഥന വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് എനിക്ക് വെളിപ്പെടുത്തി നൽകി. അപ്പോൾ ഇന്ന് ആ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ അല്പമായി ധ്യാനിക്കുവാനായി പോകുന്നത്. ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തിക്കുവാൻ തക്കവണ്ണം, ഭക്തൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ തക്കവണ്ണം ആ പ്രാർത്ഥനയ്ക്കൊപ്പമുണ്ടായിരുന്ന രണ്ട് കാര്യങ്ങൾ. നമ്മുടെ കയ്യിൽ പ്രാർത്ഥനയുണ്ട്, എന്നാൽ അതെ, സ്വർഗത്തിലെത്തിയ പ്രാർത്ഥനയ്ക്കൊപ്പം രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു. പലപ്പോഴും നമുക്കൊപ്പം ഇല്ലാത്ത രണ്ട് കാര്യങ്ങൾ. അപ്പോൾ അതേക്കുറിച്ചാണ് പ്രാർത്ഥനയോട് വലിയ വിശ്വാസത്തോടെ ഒപ്പം വന്നാട്ടെ. ദിനവൃത്താന്തങ്ങളുടെ 2-ാമത്തെ പുസ്തകം 30-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ആ പ്രാർത്ഥനയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒടുവിൽ ലേവ്യരായ പുരോഹിതന്മാർ എഴുന്നേറ്റു, ജനത്തെ അനുഗ്രഹിച്ചു, അവരുടെ അപേക്ഷ കേൾക്കപ്പെടുകയും അവരുടെ പ്രാർത്ഥന അവൻ്റെ വിശുദ്ധ നിവാസമായ സ്വർഗത്തിലെത്തുകയും ചെയ്തു. അയ്യോ, സ്വർഗത്തിൽ ഇതാ പ്രാർത്ഥന എത്തിയിരിക്കുന്നു. ഈ സമയം എന്നെ കേൾക്കുന്ന പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ചിലരോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുക: നിങ്ങളുടെ പ്രാർത്ഥന ഇന്ന് സ്വർഗത്തിലെത്തുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. അതേ പ്രിയരെ, നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുന്നു. സ്വർഗത്തിൽ നിന്ന് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകുന്നു. വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറഞ്ഞേ. ശബ്ദം ഉയർത്തി തന്നെ. സാഹചര്യം അനുകൂലം ആണെങ്കിൽ, അല്ലാത്തവർ ഉള്ളത്തിൽ ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സഹോദര സഹോദരി, ജോലി നഷ്ടപ്പെടലിൻ്റെ വക്കിലാണ്, വരുമാനമില്ല, എങ്ങനെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല, കരയുക, നിന്നോട് തന്നെ കരയുക, സ്വന്തം ഭവനത്തിൽ പോലുമല്ല. ഒപ്പം ആശ്വാസത്തിൻ്റെ ഒരു വാക്ക് പറയുവാൻ ആരുമില്ല. തങ്ങളുടേതല്ലാത്ത ദേശത്ത് ജോലി സംബന്ധമായി ഭാരപ്പെട്ട് കരയുന്ന നിന്റെ കണ്ണുനീർ ദൈവം കാണുവാൻ തക്കവണ്ണം നിന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തുക. യെസ്, യേശുവിൻ നാമത്തിൽ. അതേ സഹോദര സഹോദരി, നിന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തുക. അർത്ഥം, സ്വർഗം തുറക്കുവാൻ പോകുക. തുറന്ന സ്വർഗത്തിന് കീഴിൽ സഹോദര സഹോദരി, നിന്റെ ഒഴിഞ്ഞ അവസ്ഥ മാറുക. അതേ, ഒന്നുമില്ലാത്ത ആ അവസ്ഥ മാറുക. നാട്ടിലേക്ക് അയച്ചു കൊടുക്കുവാൻ കഴിയാത്ത, മക്കളെ പഠിപ്പിക്കുവാൻ കഴിയാത്ത, കടം തീർക്കുവാൻ കഴിയാത്ത, ആഹാരം പോലും നേരാവണ്ണം കഴിക്കുവാൻ കഴിയാത്ത നിന്റെ ഒഴിഞ്ഞ അവസ്ഥ മാറുക. യെസ്, വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതേ, നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുക. നിന്റെ പ്രാർത്ഥന സ്വർഗത്തെ തുറപ്പിക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ. സഹോദരി, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുക. അതേ, നിന്റെ പ്രാർത്ഥന സ്വർഗത്തെ തുറപ്പിക്കുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ തുറന്ന സ്വർഗത്തിൽ നിന്ന് നിനക്ക് മറുപടിയുമായി, നിന്റെ കണ്ണുനീർ തോരുവാനുള്ള മറുപടിയുമായി ദൈവം തൻ്റെ ദൂതനെ അയക്കുക. ആ ഗോവേണി, അതേന്നെ, ആ ലൂസ് എന്ന മരുഭൂമിയിൽ വാടിത്തളർന്നു. പ്രിയപ്പെട്ട അമ്മ ഒപ്പമില്ലാതെ, തലേ ദിവസം വരെ ജീവന്റെ പകുതിയായി ഒപ്പമുണ്ടായിരുന്ന സഹോദരനൊപ്പമില്ലാതെ, പിതാവൊപ്പമില്ലാതെ, മുൻപോട്ടുള്ള യാത്ര ഇരുൾ മാത്രം. എങ്ങനെ മുൻപോട്ട് പോകും അറിയത്തില്ല. ഒരു വഴി മാത്രം കയ്യിൽ. യാത്ര കഠിനം. തളർന്നുറങ്ങുന്ന യാക്കോബിന് വേണ്ടി സ്വർഗം തുറന്ന് അവൻ്റെ യാത്രയെ ആയാസരഹിതമാക്കുവാൻ, അവൻ്റെ യാത്ര ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ
അമ്മയില്ലാത്ത, സഹോദരനില്ലാത്ത, പിതാവില്ലാത്ത ആ അവസ്ഥയ്ക്ക് പരിഹാരമാകുവാൻ ദൈവത്തിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ യേശുവിൻ നാമത്തിൽ സഹോദരി, അതേ അവസ്ഥയിൽ, ആ ലൂസ് എന്ന മരുഭൂമിയുടെ അവസ്ഥയിൽ നീ ആ ഭവനത്തിനകത്തായിരിക്കുക. നിന്റെ പ്രിയപ്പെട്ട മാതാവില്ല, പിതാവില്ല, സഹോദരങ്ങളില്ല. നിന്റെ വേദന, നിന്റെ സങ്കടം പങ്കുവയ്ക്കുവാൻ ആരുമില്ല. വല്ലാതെ ഭാരപ്പെടുക, വല്ലാതെ ബാധിക്കപ്പെട്ട് നീ അതിനകത്തായിരിക്കുക. ആരും നിന്റെ അടുക്കൽ വരുവാനില്ല, ആർക്കും വരുവാൻ കഴിയുന്നതേ ഇല്ല. അതേ, ചില വാതിലുകൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ അടുക്കലേക്ക് വരുവാൻ, നിന്റെ പ്രിയപ്പെട്ടവർക്ക്, നിന്നെ സ്നേഹിക്കുന്നവർക്ക്, നിന്നെ കരുതുന്നവർക്ക് നിന്റെ അടുക്കലേക്ക് വരുവാൻ കഴിയുന്ന വാതിലുകൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. അവിടെ സ്വർഗം തുറക്കുക. നിന്റെ പ്രാർത്ഥനയുടെ ഫലമായി സ്വർഗം തുറക്കുക. ദൂതൻ ഇറങ്ങുക. യേശുവിൻ നാമത്തിൽ നിന്റെ കണ്ണുനീരിന് അറുതി ഉണ്ടാകുവാൻ, നിന്റെ ഈ അവസ്ഥ മാറുവാൻ, ലൂസ് എന്ന മരുഭൂമി ബേഥേൽ എന്ന ദൈവത്തിന്റെ ഭവനമായി മാറുവാൻ ഇടയാകും വിധം സ്വർഗത്തിൽ നിന്ന് യാക്കോബിന് വേണ്ടി ദൂതൻ ഇറങ്ങിയതുപോലെ, നിന്നോടുള്ള ദൂത സഹോദരി, നിനക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങിയ ലൂസ് എന്ന മരുഭൂമി ബേഥേലായി മാറിയതുപോലെ നീ ഇന്നായിരിക്കുന്ന ആ ഭവനം അത് ബേഥേലായി മാറുവാൻ പോകുക. അയ്യോ, മരുഭൂമി എന്ന അനുഭവം മാറുക. ഇനി അവിടെ ക്രൂര മൃഗങ്ങളില്ല, രാത്രിയിൽ പേടിപ്പിക്കുന്ന, ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്ന ക്രൂര മൃഗങ്ങളില്ല. എപ്പോൾ വേണമെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയില്ല, കണ്ണുനീരില്ല, ഭയപ്പാടില്ല. കാരണം അത് ബേഥേലായി മാറുക. നീ കരയുന്ന, നിന്റെ കണ്ണുനീർ വീണ ഭവനം അത് ബേഥേലായി മാറുക. സഹോദരി, നിന്റെ കണ്ണുനീർ വീണ ഭവനം അത് ബേഥേലായി മാറുക, അത് ബേഥേലായി മാറുക, അത് ബേഥേലായി മാറുക. യേശുവിൻ നാമത്തിൽ സഹോദര, ആ കണ്ണുനീരോട് കൂടിയ പ്രാർത്ഥന സ്വർഗത്തിലെത്തുവാൻ പോകുക. ഓ, മരുഭൂമിയുടെ അവസ്ഥ, മരുഭൂമിയുടെ അവസ്ഥ, ഒറ്റപ്പെടൽ. നിന്റെ വേദന ആരുമായി പങ്കുവെക്കുവാൻ കഴിയുന്നില്ല. എല്ലാവരും പരിഹസിക്കുക, കുറ്റം പറയുക. എല്ലാവരും പറയുന്നത് മുഴുവൻ നിന്നെ കുറ്റം പറയുക. നിന്റെ മേൽ കുറ്റം ചാരി എല്ലാവരും രക്ഷപ്പെടുവാൻ നോക്കിയ സ്വന്തക്കാരും ബന്ധക്കാരും സുഹൃത്തുക്കളും എല്ലാവരും. ആരുമില്ല. തളർന്ന് കരയുക. അയ്യോ, ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നീ കരയുക. ഉള്ളം കൊണ്ട് മാത്രമല്ല, ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു. കണ്ണുനീരടക്കുന്ന സ്റ്റേജൊക്കെ കഴിഞ്ഞു. അറിയാതെ കരഞ്ഞു പോകുക. പലരും സംസാരിക്കുമ്പോൾ, പലരുടെ മധ്യത്തിലായിരിക്കുമ്പോൾ അറിയാതെ കരഞ്ഞു പോകുക. സ്വർഗം തുറക്കുക. തകർന്നു പോയ നിന്റെ ജീവിതത്തെ പണിതുയർത്തി. ആമേൻ. ഈ കണ്ണുനീരിൻ്റെ അവസ്ഥ മാറ്റുവാൻ, ഈ മരുഭൂമിയുടെ അവസ്ഥ മാറ്റുവാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങിയ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. സഹോദര, നിനക്ക് വേണ്ടി ദൈവം തൻ്റെ ദൂതനെ അയക്കുക. ഓ, താങ്ക് ഗോഡ്. ആര് പറഞ്ഞിട്ടും കേൾക്കാത്ത നിന്റെ ഭാര്യയോട് സംസാരിക്കുവാൻ, നിന്റെ ഭാര്യയുടെ വീട്ടുകാരോട് സംസാരിക്കുവാൻ, അവളുടെ ബന്ധുക്കാരോട് സംസാരിക്കുവാൻ ചില ബന്ധുക്കാർ പഴയ ബ്രിട്ടീഷുകാരെക്കാളും വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു. ഒരുമിച്ച് ചേർന്ന് ജീവിക്കുവാൻ സമ്മതിക്കത്തേയില്ല. പണ്ടങ്ങ് പഠിച്ചത് ഓർമ്മ വരിക. ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന തന്ത്രം. നിന്നെയും നിന്റെ ഭാര്യയും തമ്മിൽ ഭിന്നിപ്പിച്ച് കുടുംബത്തിനകത്ത് കലഹവും ഉണ്ടാക്കുന്ന ചില ബന്ധുക്കാർ അവരോട് സംസാരിക്കുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുക. കുടുംബത്തിനകത്ത് ഛിദ്രതയുണ്ടാക്കി നിങ്ങളെ തകർത്ത് കളയുന്ന, നിങ്ങളെ പിരിച്ചു കളയുന്ന ചിലരോട് സംസാരിക്കുവാൻ, അതെ, നിനക്ക് വേണ്ടി ഇടപെടുവാൻ ദൈവം തൻ്റെ ദൂതനെ അയക്കുക. ആ കോടതിയിൽ ദൈവം തൻ്റെ ദൂതനെ അയക്കുക. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുക. നിന്റെ കേസ് വാദിക്കുന്നത് ഈ ലോകത്തിലെ ഏതെങ്കിലും വക്കീലല്ല. ദൈവം അവന് വേണ്ടി വാദിക്കുവാൻ തൻ്റെ ദൂതനെ അയക്കുക. യേശുവിൻ നാമത്തിൽ അടയ്ക്കേണ്ട ചില വായ്കളെ അടച്ച്, മിണ്ടാതെ ഊമയായിരിക്കുന്ന ചിലരെ കൊണ്ട് സംസാരിപ്പിച്ച് നിന്റെ കാര്യത്തിൽ എൻ്റെ ദൈവം ഒരു തീർപ്പുണ്ടാക്കുവാൻ പോകുക. ഓ, താങ്ക് ഗോഡ്. ആ മരുഭൂമിയുടെ അവസ്ഥ മാറുക. അത് ബേഥേലായി മാറുക. ഓ, താങ്ക് ഗോഡ്. അത് ബേഥേലായി മാറുക. മാതാവേ, പിതാവേ, നിന്റെ കണ്ണുനീർ, നിന്റെ നിലവിളി, നിന്റെ വേദന, അതേ നിന്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കുക. ഓ, താങ്ക് ഗോഡ്. അതേ നിന്റെ പ്രാർത്ഥന. അപ്പാ, ഇത്രയും കരഞ്ഞിട്ടും ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എൻ്റെ പ്രാർത്ഥന എന്താ കേൾക്കാത്തെ? നിലവിളിക്കുക. ഓരോ രാത്രികളിലും നിന്റെ നിലവിളിയുടെ ശബ്ദമുയരുക. ഇന്ന് ആ നിലവിളി സ്വർഗത്തിലെത്തുക. ആ നിലവിളിക്ക് മറുപടി തരുവാൻ എൻ്റെ യേശു നിന്റെ അടുക്കലേക്ക് വരിക. അതേ, എൻ്റെ യേശു, മാതാവേ, പിതാവേ, നിന്റെ അടുക്കലേക്ക് വരിക. നിന്റെ തലമുറകളെ എൻ്റെ യേശു സന്ദർശിക്കുക. ശൗലിനെ സന്ദർശിച്ച് പൗലോസാക്കി മാറ്റിയ എൻ്റെ യേശു നിന്റെ തലമുറകളെ സന്ദർശിക്കുക. കൊന്നു മുടിച്ചു കളയുവാൻ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിന്റെ വിശ്വാസത്തെ, നിന്റെ ആത്മീയ ജീവിതത്തെ, നിന്റെ ഈ ദൈവം എവിടെയെന്ന് ചോദിച്ച് ആ ദൈവം എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കുടിച്ചു മതിച്ചു നടക്കുന്ന മദ്യപാന വ്യഭിചാര വെറുക്കൂത്തുകളിൽ പെട്ടുപോയ നിന്റെ തലമുറയെ വിടിവിക്കുവാൻ, അതെ, നിന്റെ തലമുറയെ പുറത്തു കൊണ്ടുവരുവാൻ, അയ്യോ ദൈവദാസനെ, എനിക്ക് കഴിയുന്നില്ല, അവരുടെ വാക്കുകൾ എന്നെ തകർത്ത് കളയുന്നു, എനിക്കൊന്നും പറയുവാൻ പറ്റത്തില്ല,
ഭർത്താവ് അയ്യോ ആ മനുഷ്യൻ തളർന്നു പോകുക, തൻ്റെ ആരോഗ്യം മുഴുവനും ഊറ്റി മക്കൾക്ക് കൊടുത്തു, അവർ ആരോഗ്യമുള്ളവരായി തീർന്നു. അവരുടെ ആരോഗ്യം കൊണ്ട് ഇന്ന് അപ്പനെ കീഴടക്കുവാൻ നോക്കുക, കൈപോലും നീട്ടുന്ന അവസ്ഥ. അയ്യോ തളർന്നു പോകുക. മക്കൾക്കും ഭർത്താവിനും ഇടയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മാതാവേ. ബന്ധുക്കൾക്ക് അവരോട് സംസാരിക്കുവാൻ കഴിയുന്നില്ല, സുഹൃത്തുക്കൾക്ക് സംസാരിക്കുവാൻ കഴിയുന്നില്ല, ആർക്കും സംസാരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ കൊന്നു മുടിച്ചു കളയുവാൻ നടക്കുന്ന അനുഭവം. സ്വയം ചത്ത് നിങ്ങളെയും കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കുന്ന അവസ്ഥയിലായിരിക്കുന്ന ആ തലമുറകളെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ശൗലിനെ സന്ദർശിച്ച് പൗലോസാക്കി യേശു സന്ദർശിക്കുക. അതെ, നിന്റെ തലമുറകളെ യേശു സന്ദർശിക്കുക. ആർക്കും കീഴ്പ്പെടാത്ത ശൗലിനെ അതെ തൊട്ട് കീഴ്പ്പെടുത്തി മാനസാന്തരപ്പെടുത്തുവാൻ എൻ്റെ യേശു ഇറങ്ങി വന്നുവെങ്കിൽ അതേ എൻ്റെ യേശു വരികയാ. നിന്റെ തലമുറകളെ തൊട്ട് മാനസാന്തരപ്പെടുത്തുവാൻ, നിനക്കും അവർക്കും അതേ നിനക്കൊപ്പമുള്ളവർക്കും പ്രയോജനപ്പെടുവാൻ, എൻ്റെ യേശുവിനും പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം അവർ തൊടപ്പെടുവാൻ പോകുക. യെസ്, ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്ക്, കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്ക്. ചിലർ കുതിരപ്പുറങ്ങളിൽ നിന്ന് വീഴുവാൻ പോകുക. യെസ്, അതൊരു പക്ഷേ തോൽവിയായിരിക്കാം. ആമേൻ. ദൈവദാസനെ പറ്റത്തില്ല, തോറ്റാ പറ്റത്തില്ല. പ്രശ്നമൊക്കെ ശരി തന്നെ, അവർ കുഴപ്പക്കാരാണ്, മധ്യത്തിലാണ് അവർ, എന്നാലും അവർ തോൽക്കാൻ പാടില്ല. അയ്യോ അവരുടെ ജീവിതത്തിൽ ഒരു വീഴ്ച, അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം. ആമേൻ. ചില വീഴ്ചകളെ നല്ലവണ്ണമുള്ള നടപ്പിന് കാരണമായി തീരത്തുള്ളൂ. അവർ കുഞ്ഞിലെ നടന്നു തുടങ്ങിയതൊന്ന് ഓർത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. ചില വീഴ്ച അനിവാര്യമാണ്. അവർ ദൈവത്തെ തിരിച്ചറിയുവാൻ ചില വീഴ്ച അനിവാര്യമാണ്. മാതാവേ, നിന്റെ തലമുറകൾ കർത്താവിന് പ്രയോജനപ്പെടുവാനുള്ള തലമുറകളാ. നീ അവരെ പ്രാർത്ഥിച്ച് അതിനായല്ലേ ഒരുക്കിയത്. ദൈവത്തോട് പ്രാർത്ഥിച്ചത് മുഴുവൻ അതിനല്ലേ. കർത്താവേ, എൻ്റെ തലമുറകളെ പ്രയോജനപ്പെടുത്തണമേ, ഈ കാലഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തണമേ. എന്നെ പോലെ കരയുന്ന അനേക അമ്മമാർക്ക് ആശ്വാസമാകണമേ, അനേകർക്ക് അല്ലേ ഇതല്ലേ ആയിരുന്നു ആ പ്രാർത്ഥന. ആമേൻ. അവർ പ്രയോജനപ്പെടണമെങ്കിൽ ഒരു വീഴ്ച അനിവാര്യം. ചിലപ്പോഴത് ആ തോൽവിയായിരിക്കാം, ആ നഷ്ടപ്പെടലായിരിക്കാം, ചില നഷ്ടപ്പെടലുകളായിരിക്കാം. ആമേൻ. നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ? ആ കഷ്ടത ഞാൻ സഹിക്കുവാൻ തയ്യാറാ. കർത്താവ് അവനെ സന്ദർശിക്കണം. ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ? ശൗലിനെ സന്ദർശിച്ച് അവനെ കുതിരപ്പുറത്ത് നിന്ന് തള്ളി താഴെയിട്ട, അത്രയേ ഉള്ളൂ. ആമേൻ. എഴുന്നേറ്റ് പ്രയോജനപ്പെടുവാൻ പോവുകയാണെന്നേ. കർത്താവ് നശിപ്പിക്കത്തില്ല, കർത്താവ് ഉപദ്രവിക്കത്തില്ല. യോനയിലേക്കൊന്ന് നോക്കിയേ. നിനവേയിൽ പോകാനുള്ളവൻ തർശീശിലേക്ക് പോകാൻ വേണ്ടി കപ്പലിൻ്റെ അടിയിൽ സുഖിച്ച് കിടന്നതാ. ഒന്ന് എടുത്ത് താഴെ ഇട്ടു, തിമിംഗലത്തിൻ്റെ വായ്ക്കകത്ത്. അവിടെയും സുരക്ഷിത സ്ഥാനം ഒരുക്കി. അവൻ നിലവിളിച്ചപ്പോൾ തിരികെ കരയിലേക്ക് കൊണ്ടുവന്നു. ഒരു പ്രാർത്ഥന നിന്റെ തലമുറകളിൽ നിന്ന് ഉയരുവാൻ തക്കവണ്ണം കർത്താവ് തൊടുവാൻ പോകുക. മാനസാന്തരം ഉണ്ടാകുക. നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകുക. നീ അറിഞ്ഞ ജീവനുള്ള ദൈവത്തെ നിന്റെ തലമുറകൾ അറിയുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ. ഓ ആമേൻ. അവർ പ്രയോജനപ്പെടുവാൻ പോകുകയാണെന്നേ. ഈ അവസ്ഥ മാറുവാൻ പോകുക. മക്കളെ കൊണ്ട് കരഞ്ഞ കണ്ണുനീരിന് അറുതി ഉണ്ടാകുവാൻ പോകുക. മക്കളെക്കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോൾ, മറ്റുള്ളവർ അവരുടെ മക്കളെക്കുറിച്ച് പറയുമ്പോൾ നീ അറിയാതെ ഉള്ളം കൊണ്ട് കരഞ്ഞു പോകുക. കണ്ണുനീർ പുറത്തു വരുവാൻ പാടില്ല. മറ്റുള്ളവർ എന്ത് പറയും? ആ അവസ്ഥ മാറുവാൻ പോകുക. നീ ഉള്ളു തുറന്ന് ചിരിച്ച് സംസാരിക്കുവാൻ പോകുക. നിന്റെ തലമുറകളെക്കുറിച്ച്, അവരുടെ വിജയങ്ങളെക്കുറിച്ച്, അവരുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച്, അതേ അവർക്ക് മുമ്പിൽ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുന്നതിനെക്കുറിച്ച്, അവർ വാഗ്ദത്തം പ്രാപിക്കുന്നതിനെക്കുറിച്ച് നീ ചിരിയോടെ സംസാരിക്കുവാൻ പോകുക. അതെ, നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുക. വേദനപ്പെട്ട് കരയുന്ന സഹോദരി, സഹോദര, മാതാവേ, പിതാവേ, മക്കളെ, നിങ്ങളുടെ പ്രാർത്ഥന, ആ രോഗക്കിടക്കയിൽ നിന്ന് ഉയരുന്ന നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗം കേൾക്കുക. വേഗത്തിലോടുന്ന വചനം അയച്ച് എൻ്റെ യേശു നിങ്ങളെ സൗഖ്യമാക്കുക. ആ കിടക്ക വിട്ട് എഴുന്നേൽക്കുവാൻ പോകുക. അതേ, തുറന്ന സ്വർഗത്തിന് കീഴിൽ നീ സൗഖ്യമാകുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കുന്ന കൃപയ്ക്കായി. സ്വർഗം തുറക്കുമ്പോൾ ഒഴിഞ്ഞ അവസ്ഥകൾ മാറും. ആമേൻ. ആ കടം മാറും, ആ ദാരിദ്ര്യം മാറും, ആ ഇല്ലായ്മ മാറും, ആവശ്യങ്ങൾ കൊത്തവണ്ണം പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്ത അവസ്ഥ മാറും, ഒഴിഞ്ഞ അവസ്ഥ മാറും. മാനസാന്തരം ഉണ്ടാകും. കർത്താവിന് വേണ്ടി ചിലർ പ്രയോജനപ്പെടുവാൻ തുടങ്ങും. ആ ശുശ്രൂഷ അത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒഴിഞ്ഞ അവസ്ഥയാ. ഒഴിഞ്ഞ നിന്നെ ആർക്കും വേണ്ട. എന്നാൽ സ്വർഗം തുറക്കുമ്പോൾ നീ നിറയും. ശുശ്രൂഷക, സ്വർഗം തുറക്കുമ്പോൾ നീ നിറയും. കുഞ്ഞേ,
നിന്റെ ആഗ്രഹമാണ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. പക്ഷേ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, സഹായിക്കുവാൻ ആരുമില്ല, പേര് പറഞ്ഞ് കൈപിടിച്ച് മൈക്ക് നിന്ന് സ്റ്റേജിൽ കയറ്റാൻ ആരുമില്ല. വിഷമിക്കേണ്ട, സ്വർഗം തുറക്കും. ആമേൻ. സ്വർഗം നിന്നെ നിറയ്ക്കും. സ്വർഗം നിന്നെ നിറച്ചാൽ ആരും പേര് പറയണ്ട, കൈ പിടിക്കണ്ട, മൈക്ക് തരണ്ട. അതിന് മുകളിൽ നിന്ന് നീ കർത്താവിന് പ്രയോജനപ്പെടുവാൻ തുടങ്ങും. മനുഷ്യൻ കെട്ടുന്ന സ്റ്റേജിന് മുകളിൽ നിന്ന് നീ കർത്താവിന് വേണ്ടി, യെസ് ദൂത യേശുവിൻ നാമത്തിൽ നിന്നോട് വളരെ ഭാരത്തോടെ ആയിരിക്കും, അപ്പാ നീ എന്നെ വിളിച്ചിറക്കി, എന്താ നീ എന്നെ പ്രയോജനപ്പെടുത്താത്ത? ഒഴിഞ്ഞതുകൊണ്ടാ നിന്നെ നിറച്ച് കർത്താവ് പ്രയോജനപ്പെടുത്തുവാൻ പോകുക. യെസ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതെ, ചിലരുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുവാൻ പോയി. എന്ത് സന്തോഷം! കൈയടിച്ച് പാട്ടും പാടി ഗ്ലോറി ഹല്ലേലൂയ പറഞ്ഞ് എഴുന്നേറ്റ് പോകുവാൻ വരട്ടെ. എങ്ങനെ? വിഷയത്തിലേക്ക് വരാം. സ്വർഗത്തിലെത്തി. പ്രാർത്ഥന സ്വർഗത്തിലെത്തി. എങ്ങനെ? 2 കാര്യങ്ങൾ പ്രാർത്ഥന നമുക്കുണ്ട്, ഒപ്പം 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം 19-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് കഴിഞ്ഞ് നിങ്ങൾ വായിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കുക. വിശുദ്ധ മന്ദിരത്തിനാവശ്യമായ വിശുദ്ധീകരണം പോലെ വിശുദ്ധനായില്ലെങ്കിലും ദൈവത്തെ, തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ തന്നെ അന്വേഷിപ്പാൻ മനസ്സ് വയ്ക്കുന്ന എല്ലാവരോടും ദയാലുവായ യഹോവയെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ഒരു പ്രാർത്ഥനയുടെ ആരംഭമാണ്. ഒരു പ്രാർത്ഥനയുടെ ആരംഭത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. നമുക്ക് പ്രാർത്ഥനയുണ്ടല്ലോ, എന്താണ്? താ 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 കർത്താവേ, അത് താ, ഇത് താ, അവിടെ താ, ഇങ്ങനെതാ, അത് ചെയ്യ്. അയ്യോ, യാചന, ഓർഡറടക്കം ഓക്കെ എല്ലാം നല്ലതാ. പക്ഷേ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യം, ഭക്തന്റെ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യം എന്താണ്? താൻ കുറവുകൾ ഉള്ളവനാണെന്നുള്ള തിരിച്ചറിവ്. ആ തിരിച്ചറിവ് അവൻ്റെ ജീവിതത്തിൽ മാനസാന്തരത്തെ കൊണ്ടുവരും, അനുതാപത്തെ കൊണ്ടുവരും. ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറവുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനുള്ള മനസ്സുണ്ടാക്കും. നോക്കിയേ, അവിടെ വളരെ വ്യക്തമായി ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, വിശുദ്ധ മന്ദിരത്തിനാവശ്യമായ വിശുദ്ധീകരണം പോലെ വിശുദ്ധിയൊന്നും ഞങ്ങൾക്കില്ല. തിരിച്ചറിവാണ്, ഞങ്ങൾ കുറവുകളുള്ളവരാണ്. എന്നാൽ നമ്മളായിരിക്കുന്നതോ കുറവുകളില്ല എന്ന് പതുക്കെയല്ല, മൈക്ക് കെട്ടിവെച്ച് വിളിച്ചു പറയുന്നവരുടെ മധ്യത്തിലാണ്. എല്ലാവരും സ്റ്റേജിൽ കയറിയാൽ, മൈക്ക് കയ്യിൽ കിട്ടിയാൽ പിന്നെ പറയണ്ട, ഞങ്ങൾക്കൊരു കുറവുമില്ല, ഞങ്ങൾ വിശുദ്ധന്മാരാണ്, അതിവിശുദ്ധന്മാരാണ്. ഇത് പറയുന്നവരേക്കാൾ കഷ്ടം ഇത് കേട്ടിട്ട് കയ്യിലിരിക്കുന്ന ബൈബിളും താഴെ വെച്ച് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന വിശ്വാസികളുടെ വലിയൊരു കൂട്ടം. അവർ താഴെ വെച്ച എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് അച്ചായനെ പൊക്കി വിടാൻ വേണ്ടി അവർ താഴെ വെച്ച ബൈബിൾ അതേ വ്യക്തമായി പറയുന്നു, നീതിമാൻ ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്തു. ഞങ്ങളുടെ അച്ചായൻ അങ്ങനെയൊന്നുമല്ല, അച്ചായൻ സൂപ്പറാ, അച്ചായൻ കിടിലവാ, അച്ചായൻ പാപം ചെയ്യത്തില്ല, അച്ചായൻ പാപം ചെയ്യത്തില്ല. നല്ലതാ, അങ്ങനെ ഇരുന്നോട്ടെ, അവരുടെ അച്ചായനും പാപം ചെയ്യണ്ട, അവരും പാപം ചെയ്യണ്ട, ഓക്കെ. പക്ഷെ ഇതിൻ്റെ ഒരു ദുരന്ത ഫലമുണ്ട്. എന്താണെന്നറിയാമോ? ഇതിങ്ങനെ പൊക്കി പൊക്കി വിട്ടേ ഇത് കേൾക്കുന്നവർ തങ്ങളുടെ തെറ്റുകളെ മൂടി വയ്ക്കും. മനസ്സിലായോ? ഇപ്പൊ ഈ അതിവിശുദ്ധി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക, ഞാൻ ഇങ്ങനെയുള്ളവനാണ്, ഞാൻ ഇങ്ങനെ നോക്കത്തില്ല, അങ്ങനെ നോക്കത്തുള്ളൂ, ഇങ്ങനെ സംസാരിക്കത്തുള്ളൂ, എൻ്റെ ജീവിതത്തിൽ ഒരു പാപവുമില്ല, അങ്ങനെ പൊക്കി പൊക്കി പോകുന്നവരുടെ പ്രസംഗം കേട്ട് കേട്ട്, കേൾക്കുന്നവരൊക്കെ സാധാരണ മനുഷ്യരാണല്ലോ, അവരുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ഉണ്ടെന്നുള്ള തെറ്റിദ്ധാരണയിൽ, പാപം ചെയ്യാതെ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരുണ്ടെന്ന തെറ്റിദ്ധാരണയിൽ വേദപുസ്തകം പറയുന്നത് പോലെ ജീവിക്കുന്നുണ്ട് ചിലർ എന്നുള്ള തെറ്റിദ്ധാരണയിൽ അവർ തങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കുറവുകളെ മൂടിവെക്കും. പുറത്ത് പറയത്തില്ല, മൂടിവെക്കപ്പെടും. മൂടിവെക്കുന്ന പാപം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കുറവുകൾ ഉണ്ടാകുന്നതല്ല പ്രശ്നം, ആ കുറവുകളെ ഏറ്റുപറയുവാനും ഉപേക്ഷിച്ച് കളയുവാനും കഴിയാത്തതാണ് പ്രശ്നം. പാപം മൂടിവെക്കപ്പെടുമ്പോൾ അത് പെരുകും. കുറെ ആകുമ്പോൾ ഇതൊന്നും അത്ര കുഴപ്പമില്ല, ആസ് യൂഷ്വൽ, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അച്ചായനെ പോലെ വിശുദ്ധനാണെന്ന് പറയാമെന്നൊരു ധാരണ വരും. ഫലമോ വലിയ ദുരന്തം, നാശം. അതുകൊണ്ട് കുറവുകളെ ഏറ്റുപറയുവാനുള്ള മനസ്സുണ്ടാകുക. ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് ഇങ്ങനെ, കർത്താവേ, അറിഞ്ഞുമറിയാതെയും എൻ്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ, എൻ്റെ സംസാരത്തിൽ, നോട്ടത്തിൽ, നിരൂപണങ്ങളിൽ, ചിന്തകളിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ, അയ്യോ, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഭാര്യ പറയാറുണ്ട്, ആരെങ്കിലും കേട്ടാൽ മനുഷ്യനെ ചോദിക്കത്തില്ലേ, നിങ്ങൾക്ക് ഇത്രയും പാപം ചെയ്യാൻ മാത്രം ഒരു ദിവസം എപ്പോഴും സമയം കിട്ടുന്നു എന്ന്. ആമേൻ. കാരണം അത്രമാത്രം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. വാക്കുകൊണ്ട് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ കർത്താവേ
എല്ലാ പ്രാർത്ഥനയിലും പ്രാർത്ഥിക്കും. രാവിലെ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ അടുത്ത പ്രാർത്ഥനയ്ക്കിടയിൽ ചിലപ്പോൾ വാ തുറക്കത്തില്ല, ബൈബിൾ മാത്രം വായിച്ചുകൊണ്ടിരിക്കും. എങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ അത് പറഞ്ഞേ തുടങ്ങത്തുള്ളൂ. കാരണം പിശാച് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, നമ്മെ പാപികളാക്കി മാറ്റുവാൻ എന്തെങ്കിലും ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം പിശാചിൻ്റെ അധീനതയിലുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ നോട്ടം ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം. അതെ, നോട്ടം തെറ്റിപ്പോകും. നല്ലത് ചിലത് കാണുമ്പോൾ കൊതി തോന്നും. നല്ലൊരു വീട് കാണുമ്പോൾ കൊള്ളാം, നല്ലൊരു വീട്, നല്ലൊരു കുഞ്ഞ്, എൻ്റെ മോൻ്റെ പ്രായമുള്ള ഒരു കുഞ്ഞ് നല്ല വസ്ത്രമൊക്കെ ഇട്ട് നടക്കുമ്പോൾ കൊതി തോന്നും. അതേപോലത്തെ വസ്ത്രം എൻ്റെ മോനും വാങ്ങിച്ചു കൊടുക്കണം. കൊതിയാ അത്, ആഗ്രഹമാണ്, കൊതിയെ. ഇങ്ങനെ പലതും ഇഷ്ടപ്പെടും. ഇതുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നും. അയ്യോ, നിങ്ങൾക്കൊക്കെ ഇപ്പം ഇവൻ അത്ര വിശുദ്ധനൊന്നുമല്ല, ഞാൻ മനുഷ്യനാണ്, വിശുദ്ധനൊന്നുമല്ല, മനുഷ്യനാണ്. എന്നെ വിശുദ്ധനാക്കാൻ വേണ്ടി എൻ്റെ അപ്പൻ സ്വർഗത്തിൽ നിന്ന് വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ഈ ഭൂമിയിൽ വന്നത്. എനിക്ക് എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ, പുകഴുവാനുണ്ടെങ്കിൽ അതെൻ്റെ യേശു മാത്രമാണ്. ആമേൻ. അല്ലാതെ എൻ്റെ കയ്യിലൊന്നുമില്ല. വാക്കുകൾ ചിലപ്പോൾ കോപം വരും എൻ്റെ കുഞ്ഞിനോട്. അവൻ കാണിക്കുന്ന ഒരു ചെറിയ തെറ്റ് പോലും എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. ദേഷ്യം വരും, ഭയങ്കരമായിട്ട് ദേഷ്യം വരും. എന്തുകൊണ്ടാണോ? എനിക്ക് എൻ്റെ കുഞ്ഞിനോട് സ്നേഹമുള്ളത് കൊണ്ടാണ്, അത് വലിയ സ്നേഹമായതുകൊണ്ടാണ്. അതേ എൻ്റെ കുഞ്ഞ് കാണിക്കുന്ന തെറ്റ്, ഞാൻ തെറ്റെന്ന് ചിന്തിക്കുന്ന കാര്യം പുറത്തൊരാൾ കാണിച്ചാൽ എനിക്ക് ദേഷ്യമൊന്നും വരത്തില്ല. ഇപ്പോൾ എൻ്റെ കുഞ്ഞ് വീട്ടിനകത്തൂടെ സിനിമാ പാട്ടും പാടി നടന്നാൽ അവൻ പാടും കേട്ടോ, അവൻ കീബോർഡൊക്കെ പഠിക്കുന്നതാണ്. എനിക്ക് ദേഷ്യം വരും. ഞാൻ ചോദിക്കും, എന്താണ് നിനക്ക് വേറെ പാട്ടൊന്നുമില്ലേ? അത് പുറത്തൊരു കുഞ്ഞ് സിനിമാ പാട്ടും പാടി നടന്നാൽ എനിക്ക് അങ്ങനെയൊന്നും തോന്നത്തില്ല. അപ്പോൾ നിങ്ങൾ പറയും, ആത്മാക്കളെ കുറിച്ച് ദാഹമില്ലാത്ത. അതുകൊണ്ടല്ലതേ, ഞാനൊരു ശുശ്രൂഷകനാണ്. എൻ്റെ മോൻ അങ്ങനെ പാടുമ്പോൾ അതിൻ്റെ ഒരു വിഷമം കൊണ്ടാണ്. അപ്പോൾ ദേഷ്യം ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. ഇതെല്ലാം ഏറ്റുപറയുവാനുള്ള മനസ്സുണ്ടാകണം. ഇത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കളയുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടാത്തത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് തുടങ്ങുക. അപ്പോൾ പ്രാർത്ഥനയിൽ ആദ്യം ഉണ്ടാകേണ്ട കാര്യം എന്താണ്? നമ്മുടെ കുറവുകളെക്കുറിച്ചുള്ള ബോധ്യം. നമ്മളാരും ഒന്നും തികഞ്ഞവരല്ല. നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്. ആ കുറവുകളാണ്, ആ അകൃത്യങ്ങളാണ് നമ്മെയും നമ്മുടെ ദൈവത്തെയും തമ്മിൽ തെറ്റിക്കുന്നത്, സ്വർഗത്തെ അടച്ചു കളയുന്നത്, പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതെയാക്കി തീർക്കുന്നത്. തിരിച്ചറിയുക. ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്, അത്ര വലിയ വിശുദ്ധരൊന്നും അല്ല കർത്താവേ ഞങ്ങൾ. 30-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ അവർ ദൈവത്തെ സ്തുതിച്ച്. 2 സ്തുതിക്കുക, 1 നമ്മളെ തന്നെ താഴ്ത്തുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറവുകളെ ഏറ്റുപറഞ്ഞ് താഴ്ത്തുക. കുറവുകൾ ഉണ്ടെന്നുള്ള ബോധ്യമാണ് താഴ്മയൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുകളിൽ കയറി നിൽക്കും, മയക്കം പിടിച്ച് നിൽക്കുന്നത് പോലെ. പോട്ടെ, 1 താഴുക, കുറവുകളുള്ളവരാണെന്ന ബോധ്യം, അത് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ താഴുക. 2 ദൈവത്തെ സ്തുതിക്കുക. സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം ചെയ്ത കാര്യങ്ങളെ ഓർത്ത് സ്തുതിക്കുക. ഇന്നലകളിൽ ദൈവം ചെയ്ത കാര്യങ്ങളെ ഓർത്ത് ആദ്യം സ്തുതിക്കുക. എന്നിട്ട് മതി താ എന്ന് ചോദിക്കുന്നത്. തരും. അതിനു മുമ്പ് ഇന്നലകളിൽ തന്നതിനായി ദൈവത്തെ സ്തുതിക്കുക. ഇന്നലകളിൽ തന്നതിനെ ഓർത്ത് സ്തുതിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് സംശയം ഉണ്ടാകുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ സംശയം വരുന്നതേ, നടക്കുമോ, കിട്ടുമോ, പറ്റുമോ? അതെന്തുകൊണ്ടാണ്? ഇന്നലകളിൽ തന്ന് നിന്നെ വഴി നടത്തിയ ദൈവത്തെ മറന്നു പോകുന്നത് കൊണ്ടാണ്. ഇന്നലകളിൽ അവൻ ചെയ്ത വൻകാര്യങ്ങളെ മറന്നു പോകുന്നത് കൊണ്ട് ഇന്ന് സംശയമുണ്ടാകും. സംശയം ഇരുമനസ്സുള്ളവൻ്റെ പ്രാർത്ഥന. യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനം 1-ാം അധ്യായം 5 മുതൽ താഴേക്ക് വായിച്ചു നോക്ക്. അവന് ദൈവത്തിൽ നിന്ന് ഒന്നും കിട്ടത്തില്ല. സംശയം, അവിശ്വാസം, ഇരുമനസ്സ് ഒന്നും കിട്ടാത്തവനാക്കി. അതെ, ഇന്നത്തെ അവസ്ഥ തന്നെ അതങ്ങനെ ആക്കി മാറ്റും. അതുകൊണ്ട് ആ സംശയത്തൊക്കെ മാറ്റി വയ്ക്കണം. അതിനെന്ത് ചെയ്യണം? സ്തുതിക്കുവാൻ തുടങ്ങണം. അയ്യോ, സ്തുതിക്കുമ്പോൾ മനസ്സിലാവും, കർത്താവേ അതെ നീ അന്ന് അത്ഭുതം ചെയ്തതുകൊണ്ടാ ഞാനിന്ന് ജീവനോടെ ഇരിക്കുന്നു. അയ്യോ, എനിക്ക് ജീവിക്കുവാൻ തക്കവണ്ണം അവസരമൊരുക്കിയ കർത്താവ്, പിന്നെ ഇത് ചെയ്യാതിരിക്കുമോ? ഇത്രയേ ഉള്ളൂ. ആദ്യം നിങ്ങളെ തന്നെ താഴ്ത്തുക. അതേ, കുറവുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. 2ാമത് സ്തോത്രം ചെയ്യുക, ദൈവത്തെ സ്തുതിക്കുക. അവൻ ചെയ്ത വൻകാര്യങ്ങളെ ഓർത്ത്, അപ്പാ നന്ദി കർത്താവേ. നന്ദി പറയാനിരുന്നാൽ ചോദിക്കാനൊന്നും സമയം കിട്ടത്തില്ലെന്നേ. ഇത് മാത്രമായിട്ട് അങ്ങ് തീർന്നു പോകും. അനുഭവം കൊണ്ട് പറയുക. നിങ്ങൾ സ്തുതിച്ച് തുടങ്ങി നോക്ക്, സ്തുതിക്കാൻ മാത്രമേ സമയം കിട്ടത്തുള്ളൂ. എന്നിട്ട് ദൈവത്തോട് ചോദിക്കുവാനായി തുടങ്ങും. അപ്പോൾ എന്ത് സംഭവിക്കും? സ്വർഗം തുറക്കും. അതേന്നെ, സ്ഥലം പോരാതെ വണ്ണം ഒഴിഞ്ഞ ഇടങ്ങൾ നിറയും. താങ്ക് ഗോഡ്. അതെ, ആ ഒഴിഞ്ഞ അനുഭവങ്ങൾ മാറും. സഹോദര സഹോദരി, ആ തൊഴിലിടത്തിലെ ഒഴിഞ്ഞ അനുഭവം മാറും, ശൂന്യത മാറും. സഹോദരി, ആ കുടുംബജീവിതത്തിലെ ശൂന്യത മാറും. സഹോദര, ആ കുടുംബജീവിതത്തിലെ ശൂന്യത മാറും. നിന്റെ തലമുറകൾ അനുഭവിക്കുന്ന ആ ശൂന്യത, ഇല്ലായ്മ, അത് മാറും. താങ്ക് ഗോഡ്. ആ ബാധ്യത മാറും. ആമേൻ.
അതേന്നേ, റെഡിയാണല്ലോ. 2 കാര്യങ്ങൾ: കുറവുകളെ ഏറ്റുപറയുക, ദിവസങ്ങളിൽ താഴ്ത്തുക, സ്തുതിക്കുക, ഒപ്പം പ്രാർത്ഥിക്കുക. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അതേ ഒഴിഞ്ഞ അനുഭവങ്ങളെ കർത്താവ് നിറയ്ക്കും. ഇനി ആ ശൂന്യത ജീവിതത്തിലില്ല. കരയിപ്പിക്കുന്ന, നിരാശപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, ഒറ്റപ്പെടുത്തുന്ന, നിന്ന് അനുഭവിക്കുന്നവരാക്കി മാറ്റുന്ന ആ ശൂന്യത ഇനിയില്ല. അതിന് തക്കവണ്ണം എൻ്റെ കർത്താവ് നിറയ്ക്കും. എന്നാൽ കടോടസോ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരിൽ രോഗികളായി ഭാരപ്പെടുന്നവർ കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചാട്ടെ. സൗഖ്യം വ്യാപരിക്കുക. യെസ്, ആ കരങ്ങളുടെ മേൽ കർത്താവായ യേശു ക്രിസ്തു കരങ്ങളെ വെച്ചിട്ടുണ്ട്. ആമേൻ. യെസ്, ആ കരം വിടുതലായി മാറുക. ശരീരത്തിനകത്ത് സർജറി നടക്കുക. ആമേൻ. ചില ട്യൂമറുകൾ, ചില ബ്ലോക്കുകൾ മാറുക. ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നസ്രനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. അലർജി രോഗങ്ങൾ മാറട്ടെ. ആമേൻ. പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ. ഉറക്കമില്ലായ്മകൾ, ഡിപ്രഷൻ, സ്തോത്രം, വീട്ടിനകത്തൊന്ന് പുറത്തിറങ്ങാതെ മുറിക്കകത്ത് അടച്ചിരിക്കുന്ന അവസ്ഥ മാറട്ടെ. യെസ്, സൗഖ്യം വ്യാപരിക്കട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. വഴികൾ തുറക്കപ്പെടുക, പുതിയ ജോലികൾ ലഭിക്കുക. ആമേൻ. തടസ്സം മാറട്ടെ. അപ്പോയിൻമെൻറ്റ് ലെറ്റർ കയ്യിൽ കിട്ടട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ലഭിക്കേണ്ട നന്മകൾ, ആനുകൂല്യങ്ങൾ, വിശാലത ലഭിക്കട്ടെ. അപ്പാ, തൊഴിലില്ലായ്മയ്ക്ക് കാരണമായി വെളിപ്പെട്ട് നിൽക്കുന്ന സകല വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. വഴിയടച്ച് വെല്ലുവിളിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും അഴിഞ്ഞു മാറട്ടെ. ആമേൻ. പ്രാർത്ഥിക്കുക സഹോദരി. കുടുംബജീവിതങ്ങൾ പണിയപ്പെടുക. ആമേൻ. ഭർത്താവ് മടങ്ങി വരിക, ഭാര്യ മടങ്ങി വരിക, ഡിവോഴ്സുകൾ മാറിപ്പോവുക, കോടതിക്ക് പുറത്ത് തീർപ്പുണ്ടാകുക. ആമേൻ. കോടതിക്ക് പുറത്ത് തീർപ്പുണ്ടാകുക. യെസ്, യേശുവിൻ നാമത്തിൽ ചിലർ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ പോകുക. താങ്ക് ഗോഡ്. ക്രിമിനൽ കേസുകൾ തീർപ്പാകുക. നീതിയുള്ള വിധികൾ ഉണ്ടാകുക. കവർന്നെടുക്കപ്പെട്ട ചില അവകാശങ്ങൾ തിരികെ വരിക. നിങ്ങൾ അനുഭവിക്കേണ്ടത്, നിങ്ങളുടെ മക്കൾ അനുഭവിക്കേണ്ടത് കവരപ്പെട്ടിരിക്കുന്നു, തിരികെ ലഭിക്കുക. യെസ്, ആമേൻ. ആ ബാധ്യത മാറുക. എല്ലാ ഇല്ലായ്മകളും മാറുക. ഭവനത്തിനകത്ത് ദാരിദ്ര്യം, ശൂന്യത യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴി തുറക്കപ്പെടുക. താങ്ക് ഗോഡ്. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥിച്ച് കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം കർത്താവ് വഴി തുറക്കുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ പലിശക്കടങ്ങൾ മാറിപ്പോവുക. ജപ്തി നോട്ടീസുകൾ മാറിപ്പോവുക. ആ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുക. പ്രാർത്ഥിക്കുക. ആ കച്ചവടം, സ്പോൺസർമാരുണ്ടാകുക. വിസ പ്രോബ്ലങ്ങൾ മാറുക. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടുക. ജോലി സ്ഥലത്ത് വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നവർ വിടുവിക്കപ്പെടുക. സ്തോത്രം. ചില വാക്കുകൾ വല്ലാതെ ഭാരപ്പെടുന്നുണ്ട്. ചില വായുകളെ കർത്താവ് തൊടുക. താങ്ക് ഗോഡ്. ഭവനമില്ലാത്തവർക്ക് ഭവനമുണ്ടാകുക. ഭവനങ്ങൾ വയ്ക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ പ്രാർത്ഥിച്ചോട്ടെ. പണികൾ പൂർത്തീകരിക്കപ്പെടുക. വസ്തുക്കൾ വാങ്ങുക, വാഹനങ്ങൾ വാങ്ങുക. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടുത്തെ. യെസ്, യേശുവിൻ നാമത്തിൽ എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ പ്രാർത്ഥന സ്വർഗം കേട്ട് മറുപടി നൽകി ഇവരെ മാനിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം ദൈവം അനുവദിച്ചാൽ നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.